ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി എസ് സി വഴി ലോൺ ഇ എം ഐ എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളതാണ്. സോ പലർക്കും അറിയാം ലോൺ ഇ എം ഐ എങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ സി എസ് സി ലോൺ ഇ എം ഐ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കേണ്ടത്. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ സി എസ് സിയിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ലഭിക്കുന്ന മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫൈനാൻസ് MRHFL അഥവാ അല്ലെങ്കിൽ ടി വി എസ് ക്രെഡിറ്റ് സർവീസസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻസ് സർവീസസ് ആൻഡ് പിരമൽ ഫൈനാൻസ്. സോ ഇത്രത്തോളം ഇ എം ഐ കളക്ഷൻ ചെയ്യുന്നതിന് നമ്മൾ ഒരു കാറ്റഗറി ആയിട്ടും, അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബാങ്കിൻ്റെയും ഇ എം ഐ കളക്ഷൻ, ബാങ്ക് ആയാലും നോൺ ബാങ്കിങ് ഫൈനാൻസ് ആയാലും എല്ലാ കമ്പനികളുടെ ഇ എം ഐ കളക്ഷനെ നമ്മൾ വേറൊരു വിഭാഗവുമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. എന്തുകൊണ്ട് രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫൈനാൻസും ടി വി എസ് ക്രെഡിറ്റിനും മഹീന്ദ്ര ഫൈനാൻസിനും പിരമൽ ഫൈനാൻസിനും നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ടാണ് കമ്മീഷൻ തരുന്നത്. ഫോർ എക്സാമ്പിൾ, മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫൈനാൻസ് നിങ്ങൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.8 മുതൽ 1% വരെ കമ്മീഷൻ ലഭിക്കുന്നതാണ്. അത് ഇൻസ്റ്റന്റ് കമ്മീഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമാണ് വാളറ്റിൽ നിന്ന് ഡിഡക്റ്റ് ആവുക. രണ്ടാമത്തത് ടി വി എസ് ക്രെഡിറ്റ് സർവീസിന്റെ ഇ എം ഐ ആണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ 1% ടു 1.25% വരെ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മഹീന്ദ്ര ഫൈനാൻസ് ലിമിറ്റഡിന്റെ ഇ എം ഐ ആണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 രൂപ, അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്, പെർസെൻറ്റേജ് അല്ല, 40 രൂപ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതല്ലാത്ത എല്ലാ കമ്പനികളുടെയും ഇ എം ഐ കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കേണ്ടതാണ്. നിങ്ങളുടെ നോർമൽ അതർ പേയ്മെന്റ് പോലെ, അതായത് വാട്ടർ ബിൽ, പിന്നെ കറണ്ട് ബിൽ, അതേപോലെ തന്നെയാണ്, സെയിം പ്രോസസ്സാണ്. സോ ഈ രണ്ടെണ്ണം രണ്ടായിട്ടാണ് തരംതിരിക്കേണ്ടതും. ഈ രണ്ടും എങ്ങനെയാണ് സി എസ് സി വഴി ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ ഡിജിറ്റൽ സേവാ പോർട്ടലിൽ പോകുന്നു. ഡിജിറ്റൽ സേവാ പോർട്ടലിൽ പോയതിനു ശേഷം ഇടത് ഭാഗത്ത് മുകളിൽ നമ്മൾ ലോൺ ബസാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും സുപരിചിതമായ സൈറ്റാണെന്ന് അറിയാം. ലോൺ ബസാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോൺ ബസാറിന്റെ സൈറ്റിലേക്ക് പോകുന്നു. ലോൺ ബസാറിന്റെ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടതുഭാഗത്ത് മുകളിൽ ഇ എം ഐ കളക്ഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഇ എം ഐ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം കമ്പനികളുടെ ഇ എം ഐ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ലോൺ ബസാറിലൂടെ നിങ്ങൾ നടത്തുന്ന ഇ എം ഐ കളക്ഷന് നിങ്ങൾക്ക് അങ്ങോട്ടാണ് കമ്മീഷൻ ലഭിക്കുന്നത്. കമ്മീഷന്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പ്രതിപാദിക്കുകയുണ്ടായി. സോ ഉദാഹരണത്തിന് ഞാൻ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഫോർ എക്സാമ്പിൾ, മഹീന്ദ്ര ഫൈനാൻസ് നമ്മൾ പേ ഇ എം ഐ കൊടുക്കുന്നു. ഞാൻ പറയുന്നു, മഹീന്ദ്ര ഫൈനാൻസിന് നിങ്ങൾക്ക് ഫിക്സ്ഡ് രൂപയാണ്, 40 രൂപയാണ് കമ്മീഷൻ കിട്ടുന്നത്. അതല്ലാത്ത ബാക്കിയുള്ളതിനെല്ലാം പെർസെൻറ്റേജ് കമ്മീഷനാണ് ലഭിക്കുന്നത്. ഇവിടെ കസ്റ്റമറുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിക്കുക. അതിനുശേഷം കസ്റ്റമറുടെ കോണ്ടാക്ട് നമ്പർ, സോറി, കസ്റ്റമറുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, പിന്നീടുള്ളത് കോൺട്രാക്ട് നമ്പറാണ് കസ്റ്റമറുടെ. അത് കോൺട്രാക്ട് നമ്പർ അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആളുടെ പേരും എമൗണ്ട് അടക്കാനുള്ളത് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതെല്ലാം കണ്ട് നിങ്ങൾ പേ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സി എസ് സിയുടെ, പിന്നെ നോർമൽ ഉള്ളതാണ്, സി എസ് സിയുടെ വാളറ്റിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നു. അത് നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ നിങ്ങൾക്ക് സി എസ് സി വഴി ചെയ്യാൻ പറ്റുന്നത് മഹീന്ദ്ര റൂറൽ ഹൗസിംഗ് ഫൈനാൻസ്, ടി വി എസ് ക്രെഡിറ്റ്, മഹീന്ദ്ര ഫൈനാൻസ്, പിരമലിൻ്റെതാണ്. ഇനി ഇതല്ലാത്ത കമ്പനികളുടേത് വന്നു കഴിഞ്ഞാൽ ലോൺ ഇ എം ഐ നമുക്ക് 100-ൽ പരം കമ്പനികളുടെയും 200-ൽ തരം ഇ എം ഐ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നോർമലി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബട്ടണിലല്ല, താഴെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാം, ട്രാവൽ, വാട്ടർ, ഫീ പേയ്മെന്റ്, ലോൺ എന്നുള്ളത്. ആ ലോൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ലോൺ കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ബില്ല്, ലോൺ പേയ്മെന്റ് ഉണ്ട്. ലോൺ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ഇത്രത്തോളം കമ്പനികളുടെ ഇ എം ഐ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെയും ഞാൻ നേരത്തെ കാണിച്ചു തന്ന ലോൺ ബസാറിലുള്ളതും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇതുവഴി ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ BBPS വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കില്ല. നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ ഈടാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സി എസ് സി വഴി നിങ്ങൾ ലോൺ ഇ എം ഐ കളക്ട് ചെയ്യുമ്പോൾ രണ്ടായി തരംതിരിക്കുന്നു. ലോൺ ബസാറിലൂടെ ചെയ്യാൻ പറ്റുന്ന ഇ എം ഐ ഉണ്ട്. അതിലൂടെ നിങ്ങൾ പേയ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കമ്മീഷൻ ലഭിക്കുന്നതാണ്. അതല്ലാതെ ബാക്കിയുള്ളത് മുഴുവനും സി എസ് സി വഴി തന്നെ ലോൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇത് നോർമലി നിങ്ങൾ നമ്മുടെ KSB ബില്ല് ചെയ്യുന്ന പോലെ അത്ര കണ്ട് സിമ്പിൾ തന്നെയാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബജാജിന്റെ പേയ്മെന്റ് അടക്കാം, എല്ലാത്തിൻ്റെയും പേയ്മെന്റ് അടക്കാം. ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത അതേ ഇതന്നെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. മഹീന്ദ്ര ഫൈനാൻസിലേക്ക് പോവാം. മഹീന്ദ്ര ഫൈനാൻസിലേക്ക് പോവാം. ഇവിടെ ലോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം കസ്റ്റമറുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ കൊടുക്കാം. ദെൻ അതിനുശേഷം കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ഫെച്ച് ബില്ല് കൊടുക്കുന്നു. ഫെച്ച് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ലോൺ പേയ്മെന്റ്, പിന്നെ ടോട്ടൽ എമൗണ്ട്, ബിൽ എമൗണ്ട് എത്രയെന്ന് കാണിക്കാം. അതിൽ കസ്റ്റമർ കൺവീനിയൻസ് ഫീ, നിങ്ങൾ KSB ബില്ല് അടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് മാർക്ക് ചെയ്യാവുന്നതാണ്. അത് കാണാൻ സാധിക്കും. ടോട്ടൽ ബിൽ എമൗണ്ട് കാണുന്നു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു,
വാളറ്റ് ബിൽ പേയ്മെൻറ്റ് വാളറ്റ് പിന്ന് കൊടുക്കുന്നു. വാളറ്റ് പിന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ പേ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇങ്ങനെ 2 തരത്തിലാണ് EMI ഉള്ളത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ പുതുതായിട്ട് ഞാനിപ്പം കാണിച്ചത് EMI 2 മാസം മുന്നേ ലോഞ്ച് ചെയ്തതാണ്. സോ മാക്സിമം എല്ലാ സർവീസും നിങ്ങൾ CSC വഴി ചെയ്യുക. ഓപ്പൺ പോർട്ടൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. താങ്ക് യു.